ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. എന്തൊക്കെയാണ് വർത്താനം? കുറച്ചായി നമ്മൾ കണ്ടിട്ട് സുഖമല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം 2 ചോദ്യം ചോദിക്കാം. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഒന്നാമത്, നിങ്ങൾക്ക് സ്കൂളിൽ സോഷ്യൽ സയൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ വിഷയങ്ങളിലും ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള സ്കൂളുകൾ, അത് വളരെ റെയർ ആയിരിക്കും. ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ എന്താ ചെയ്യുന്നത്? ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ സോഷ്യൽ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ സബ്ജക്റ്റിലും ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ ഈ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് റിവിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. സോ മക്കളെ, നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസിൽ മൊത്തം നമുക്ക് ഹിസ്റ്ററിയിൽ 8ഉം ജോഗ്രഫിയിൽ 8ഉം അടക്കം മൊത്തം 16 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ 16 ചാപ്റ്റേഴ്സ് നിന്നാണ് 80 മാർക്കിന് മാർച്ച് നടക്കുന്ന ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുണ്ട്, സാർ മാർച്ച് നടക്കുന്ന ആനുവൽ എക്സാമിന് സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് A+ നേടാൻ പറ്റുക? സോ അതിനുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ. കാരണം സോഷ്യൽ സയൻസിൽ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ആനുവൽ എക്സാമിന് A+ വാങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു എജ്യൂപോഡ്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ് ആനുവൽ എക്സാമിന് ഒന്നാമത്തെ പാഠം മുതൽ ചോദിക്കുന്നു. അതായത് ഇപ്പോൾ ജോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠമാണിത്, റൂഫ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന് നെറുകയിൽ. ആ പാഠം മുതൽ ആനുവൽ എക്സാമിന് പഠിക്കണമെന്ന് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും അതിൽ ഒന്നാമത്തെ പാഠം മുതൽ പഠിക്കണമെന്നുള്ള ഡൗട്ട് ഒരുപാട് കുട്ടികൾക്കുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുക, നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നാമത്തെ പാഠം മുതൽ, ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും ഒന്നാമത്തെ പാഠം മുതൽ 8ാമത്തെ പാഠം വരെ, ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠം മുതൽ 8ാമത്തെ പാഠം വരെയും ജോഗ്രഫിയിൽ ഒന്നാമത്തെ പാഠം മുതൽ 8ാമത്തെ പാഠം വരെയും അടക്കമുള്ള 16 പാഠങ്ങളും മാർച്ചിൽ നടക്കുന്ന ആനുവൽ എക്സാമിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ ആണയിട്ട് ഉറപ്പിച്ച് ഒന്നുകൂടി പറയുകയാണ്, ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠം മുതൽ 8ാമത്തെ പാഠം വരെയും ജോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠം മുതൽ 8ാമത്തെ പാഠം വരെയുള്ള 16 പാഠങ്ങൾ ആനുവൽ എക്സാമിന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാഠങ്ങളുണ്ട്. ഹിസ്റ്ററിയിലെ 6ാമത്തെയും 8ാമത്തെയും പാഠം, ജോഗ്രഫിയിലെ 6ാമത്തെയും 8ാമത്തെയും പാഠം, ഈ 4 പാഠങ്ങളും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല, ഓണത്തിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ 4 പാഠങ്ങളിൽ നിന്നും ഏകദേശം ഒരു 36 മുതൽ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ശ്രദ്ധിക്കണേ, 36 മുതൽ 40 മാർക്ക്, പകുതിയോളം 50% മാർക്ക് എവിടുന്ന ചോദിക്കുക? ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 6ാമത്തെയും 8ാമത്തെയും പാഠത്തുനിന്ന. ബാക്കി 40 മാർക്കാണ് ഹിസ്റ്ററിയിലെ 1 മുതൽ 5 വരെയുള്ള പാഠവും, അതേപോലെ 7ാമത്തെ പാഠം, ജോഗ്രഫിയിൽ 1 മുതൽ 5 വരെയുള്ള പാഠവും, അതേപോലെ തന്നെ 7ാമത്തെ പാഠം. എന്ന് വെച്ചാൽ ഈ 4 പാഠങ്ങളിൽ നിന്ന് 36 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്കി 12 പാഠത്തുനിന്നും കൂടി എന്ത് ചെയ്യും? ഒരു 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ചോദിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാടാ? ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 6ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററിനാണ്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കണം, പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ എവിടെ കിട്ടുക? അതിനാണ് മക്കളെ എജ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ച്. നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ, ഓരോ സബ്ജക്റ്റിൻ്റെയും കണ്ടന്റ് നിങ്ങളെ തെറവാക്കി തരും. അതൊന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഹിസ്റ്ററിയും ജോഗ്രഫി മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം ടഫ് ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ടഫ് എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും വിഷയം ടഫ് ഉണ്ടെങ്കിൽ അതും എളുപ്പമാക്കി തരാനുള്ള കാര്യങ്ങൾ നമ്മൾ ബൂസ്റ്റർ ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ? ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അതിലെ ക്ലാസ് കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആനുവൽ എക്സാം സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഞങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണില്ല, അല്ല ഈ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണില്ലേ? അതിൽ വിളിക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതിലും എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. ഇനി ഒരുപാട് ഉള്ളിൽ ചോദിക്കുക, സാർ യൂട്യൂബിൽ എപ്പോഴാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം? യൂട്യൂബിൽ നമ്മൾ തിങ്കളാഴ്ചത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്കാണ്. അതിന് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ നേരിടുന്ന പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാം. സോ പഠിച്ചത് മറക്കാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. നിങ്ങൾ ഈ സോഷ്യൽ സയൻസ് പഠിക്കാനിരിക്കുമ്പോൾ, എപ്പം പഠിക്കാനിരിക്കുമ്പോഴും എഴുതി ഇങ്ങനെ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എഴുതി പഠിക്കുകയാണെങ്കിൽ മക്കളെ
എളുപ്പത്തിൽ സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, nafi.eduport. ഈ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോയും ചെയ്യട്ടോ. nafi.eduport എജുപോർട്ടിലെ കുട്ടികൾക്ക് മാത്രമായിട്ട്, എജുപോർട്ടിലെ കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ, അവരോട് സംസാരിക്കാനും വേണ്ടി മാത്രമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ nafi.eduportലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 6ാമത്തെയും 8ാമത്തെയും പാഠമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചിരിക്കണം. ആ ചാപ്റ്റേഴ്സ് മൊത്തം നിങ്ങൾ പഠിക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിലെ 1 മുതൽ 5 വരെയും ചാപ്റ്ററും 7ാമത്തെ ചാപ്റ്ററും, ജോഗ്രഫിയിൽ 1 മുതൽ 5ാമത്തെയും 7ാമത്തെയും ചാപ്റ്റേഴ്സും അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ലൈവിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ അതിന് ഡീറ്റെയിൽ ക്ലാസ് കിട്ടണമെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം, ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും, ചില ആളുകൾക്ക് രാത്രി ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാൻ പറ്റുന്നത്, ആ സമയത്ത് 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെച്ചാൽ 9ാം ക്ലാസ് ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഇനി പഠിച്ചാലും 9ാം ക്ലാസ്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിവസവും 3 മണിക്കൂർ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.